കണ്ട കണ്ട കേട്ടക്കണ കേട്ടപ്പ് കണ്ട മേക്കോണോടാ ഓന്റെ കളി. മേക്കോണേതാ മുതല്. കൂടുതൽ വെള്ളം വൈദ്യുതി ലാഭം. ISI മാർക്കോടെ മേക്കോൺ പമ്പ് സെറ്റ്സ്. ഇപ്പൊ വിശ്വാസമായില്ലേ? പമ്പ് സെറ്റ് മേക്കോൺ തന്നെ. നമസ്കാരം. പ്രധാന വാർത്തകൾ. മഞ്ചേശ്വരത്തെ വാഹന പരിശോധനയ്ക്കിടെ 1 കോടിയുടെ പാൻ മസാല പിടികൂടി. യുപിയിൽ നിന്നും ആലപ്പുഴയിലേക്ക് കടത്തുകയായിരുന്നു പാൻ മസാല. മഞ്ചേശ്വരത്തും കുമ്പളയിലും നടന്ന പീഡനത്തെക്കുറിച്ച് പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് മഹിളാ അസോസിയേഷനും ഡിവൈഎഫ്ഐയും CI ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CITU സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണ ബോർഡുകൾ കാഞ്ഞങ്ങാട് CI അഴിച്ചുകൊണ്ടുപോകുന്നുവെന്ന് CITU. ഹോസൂർ CI CITUവുമായി യുദ്ധപ്രഖ്യാപനം നടത്തുന്നുവെന്നും നേതാക്കൾ. CPMന്റെ ഭൂസമരം 3ാം ദിവസത്തിലേക്ക്. സമരം കിനാനൂർ കരിന്തളം പഞ്ചായത്തിൽ. വാർത്തകൾ വിശദമായി. മഞ്ചേശ്വരത്തെ വാഹന പരിശോധനയ്ക്കിടെ പോലീസ് 1 കോടി രൂപ വില വരുന്ന പാൻ മസാല പിടികൂടി. ഉത്തരേന്ത്യയിൽ നിന്നും ആലപ്പുഴയിലേക്ക് കടത്തുകയായിരുന്നു പാൻ മസാല. വാമഞ്ചൂർ ചെക്ക് പോസ്റ്റിൽ കണ്ടെയ്നർ ലോറിയിൽ കടത്തുകയായിരുന്ന 1 കോടി രൂപ വിലമതിക്കുന്ന ലഹരി കലർന്ന പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടികൂടി. ബുധനാഴ്ച രാത്രി 10:30യോടെയാണ് സംഭവം. ഹരിയാനയിൽ നിന്നും കാസർഗോഡ് ഭാഗത്തേക്ക് വരികയായിരുന്ന ലോറിയിൽ നിന്നാണ് 1 കോടി രൂപ വിലമതിക്കുന്ന വൻ ലഹരി കലർന്ന പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. ചെക്ക് പോസ്റ്റിലെത്തിയ കണ്ടെയ്നർ ലോറിയുടെ രേഖകൾ പരിശോധിക്കുന്നതിനിടയിൽ സംശയം തോന്നിയ ചെക്ക് പോസ്റ്റ് അധികൃതർ പരിശോധന നടത്തുന്നതിനിടയിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത്. ഭദ്രമായി അടുക്കിവെച്ച നിലയിലായിരുന്നു. മഞ്ചേശ്വരം പോലീസ് എത്തി പുകയില ഉൽപ്പന്നങ്ങൾ അടങ്ങിയ കണ്ടെയ്നർ ലോറി കസ്റ്റഡിയിലെടുത്തു. ലോറി ഡ്രൈവറെയും ക്ലീനറെയും ചോദ്യം ചെയ്തു വരികയാണ്. കൊച്ചിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നുവെന്നാണ് ചോദ്യം ചെയ്യലിനിടയിൽ ഡ്രൈവർ വെളിപ്പെടുത്തിയത്. കർണാടകയിൽ നിന്നും കേരളത്തിൽ നിരോധിച്ച ലഹരി കലർന്ന പുകയില ഉൽപ്പന്നങ്ങൾ വൻതോതിൽ കടത്തുന്നതായി നേരത്തെ തന്നെ ഇന്റലിജൻസിന് വിവരം ലഭിച്ചിരുന്നു. എന്നാൽ ഇതുവരെ പിടികൂടാനായിട്ടില്ല. കടത്തിന് പിന്നിൽ വൻ റാക്കറ്റാണ് പ്രവർത്തിക്കുന്നതെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. ഏറ്റവും വലിയ ലഹരി കലർന്ന പുകയില ശേഖരമാണ് ബുധനാഴ്ച രാത്രി പിടികൂടിയത്. കുമ്പളയിലും മഞ്ചേശ്വരത്തും പെൺകുട്ടിയെയും യുവതിയെയും പീഡിപ്പിച്ച സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷനും ഡിവൈഎഫ്ഐയും കുമ്പള CI ഓഫീസിലേക്ക് മാർച്ച് നടത്തി. VV ജാനകി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കുമ്പളയിലും മഞ്ചേശ്വരത്തും യുവതിയെയും പെൺകുട്ടിയെയും പീഡിപ്പിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷനും ഡിവൈഎഫ്ഐ പ്രവർത്തകരും കുമ്പള CI ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. ഇരു സംഭവത്തിലും തുടക്കത്തിൽ അന്വേഷണം ഊർജിതമാക്കിയ പോലീസ് പിന്നീട് പ്രതികളുടെ സ്വാർത്ഥ താൽപര്യത്തിന് വഴങ്ങി അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. ഇത് ജനങ്ങൾക്കിടയിൽ ശക്തമായ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് മഹിളാ അസോസിയേഷനും ഡിവൈഎഫ്ഐയും കേസിന്റെ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് CI ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം VV ജാനകി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ പൗരന് നീതിയും അതുപോലെ തന്നെ സ്വൈര്യ ജീവിതവും സംരക്ഷണവും പ്രദാനം ചെയ്യേണ്ട പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ആ പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ നിധി നിഷേധിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ നമുക്കറിയാം. ചങ്ങലക്ക് തന്നെ ഭ്രാന്ത് പിടിച്ചു എന്നതാണ്. ഈ കേരളത്തിന്റെ അവസ്ഥ വളരെയേറെ ഞെട്ടിപ്പിക്കുന്ന അവസ്ഥയാണ്. രേവതി അധ്യക്ഷത വഹിച്ചു. P രഘുദേവൻ, K ശാലിനി, CA സുബൈർ എന്നിവർ സംസാരിച്ചു. CITU സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണ ബോർഡും ബാനറും പോലീസ് അഴിച്ചുകൊണ്ടുപോയതിൽ പ്രതിഷേധിച്ച് CITU പ്രവർത്തകർ കാഞ്ഞങ്ങാട് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കാറ്റാടി കുമാരൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം ട്രാഫിക് പോയിന്റിന്റെ അടുത്ത് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാത്ത സ്ഥലത്ത് വെച്ച CITUവിന്റെ ബാനർ രാത്രികാലത്ത് കാണാതായി. അങ്ങനെ ടൗണിൽ കിട്ടിയിട്ടുള്ള പല ബാനറുകളും നശിപ്പിക്കപ്പെട്ടു. പതാക ദിനമായി ജനുവരി 1 വ്യാപകമായ രീതിയിൽ CITUവിൻ്റെ ഓരോ ഘടകങ്ങളുടെയും യൂണിറ്റുകളുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം പതാക ഉയർത്തി. ഇതൊന്നും വളരെ രഹസ്യമായി കിട്ടിയതല്ല. നേരത്തെ തീരുമാനിച്ചതാണ്. ജനുവരി മാസം 1-ാം തീയതി CITU സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള പതാക ദിനം. ആ പതാക ദിനത്തോടനുബന്ധിച്ച് കിട്ടിയ പതാകകൾ
ഇപ്പോൾ തൊഴിലാളികളുടെ വീടുകളിലും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട തൊഴിലാളികളുടെ കേന്ദ്രങ്ങളിലും കെട്ടിയിട്ടുള്ള പതാകകൾ നമുക്കെല്ലാവർക്കും കാണാം. എന്നാൽ കാഞ്ഞങ്ങാട് പട്ടണത്തിൽ ഇന്നലെ രാത്രി CI നേരിട്ട് വന്ന് ഒരു സ്വകാര്യ കാറിൽ വന്ന് പാതിരാത്രിയിൽ ആ കൊടി അഴിച്ചു കൊണ്ടുപോകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഇതാരാണ് കൊണ്ടുപോയതെന്നും നമുക്കറിയില്ല. സാമൂഹ്യ ദ്രോഹികളാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശക്തികളാണോ ഈ രാഷ്ട്രീയ എതിരാളികളാണോ എന്നൊന്നും അറിയാത്ത ഒരവസ്ഥ വന്നപ്പം CIയോട് ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് ഞാൻ തന്നെയാണ് കൊണ്ടുപോയത്, ഇനിയും കൊണ്ടുപോകും, നിങ്ങൾ ഇനി കിട്ടിയാൽ ഇനിയും കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത്. ഇവിടെ സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ, സമ്മേളന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട കാസർഗോഡ് SP-യോട് ഈ കാര്യങ്ങളെല്ലാം പറയുകയും പ്രധാനപ്പെട്ട പട്ടണങ്ങളിലെല്ലാം ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സമ്മേളനത്തിൻ്റെ ബാനറും ബോർഡും വരും, അതൊന്നും എടുത്തു കൊണ്ടുപോകാൻ വേണ്ടി പാടില്ല എന്ന രീതിയിലുള്ള ഒരു ചർച്ച നടത്തി അതിനെ സംബന്ധിച്ച് തീരുമാനമെടുത്തതാണ്. എന്നാൽ കാഞ്ഞങ്ങാട് പോലീസിന് ഇതൊന്നും ബാധകമല്ല എന്ന രീതിയിലാണ് അടുത്ത കുറേ നാളുകളായി കാഞ്ഞങ്ങാട് CITUവിനെതിരായിട്ടുള്ള ഒരു യുദ്ധപ്രഖ്യാപനമാണ് കാഞ്ഞങ്ങാട് CI നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാഞ്ഞങ്ങാട് CI രാത്രി സ്വകാര്യ കാറിൽ എത്തിയാണ് ബാനറുകൾ അഴിച്ചുകൊണ്ടുപോയതെന്ന് CITU നേതാക്കൾ പറഞ്ഞു. ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ അനുമതി വാങ്ങിയിട്ടാണ് പ്രചാരണ ബോർഡുകൾ സ്ഥാപിച്ചത്. എന്നാൽ ഹോസൂർ CI കുറെ കാലമായി CITUവിനോട് യുദ്ധപ്രഖ്യാപനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും നേതാക്കൾ ആരോപിച്ചു. നെല്ലിക്കാട്ട് കുഞ്ഞമ്പു അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് കുഞ്ഞി, P. രാഘവൻ, രാജേഷ്, വിജയകുമാർ എന്നിവർ സംസാരിച്ചു. CPMന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഭൂസമരം 3-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചു. കിനാനൂർ കരിന്തളം പഞ്ചായത്തിലാണ് സമരം. ഭൂസംരക്ഷണ സമിതി ജില്ലാ കമ്മിറ്റി കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ തരിമ്പയിൽ ആരംഭിച്ച ഭൂസമരം 2 ദിവസം പൂർത്തിയാക്കി. ബുധനാഴ്ച നടന്ന സമരത്തിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. KP നാരായണൻ അധ്യക്ഷത വഹിച്ചു. കൊട്ടറ വാസുദേവ്, വെങ്ങാട്ട് കുഞ്ഞിരാമൻ, P. നാരായണൻ, കയനി മോഹനൻ എന്നിവർ സംസാരിച്ചു. MK പണിക്കർ, V. നാരായണൻ, P. കുഞ്ഞിക്കണ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ഹോസൂർ താലൂക്ക് കൺസ്യൂമേഴ്സ് സഹകരണ സംഘത്തിന്റെ കെട്ടിടോദ്ഘാടനം E. ചന്ദ്രശേഖരൻ MLA നിർവഹിച്ചു. ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ 10-20 ലക്ഷം രൂപ മുതൽ മുടക്കി സ്വന്തമായ ഒരു കെട്ടിടം, ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടാക്കി എന്നത് തീർച്ചയായും സന്തോഷകരമായ കാര്യമാണ്. മുമ്പുള്ള സാരഥികളുടെ ആയാലും ഇപ്പോൾ ഇതിനെ നയിക്കുന്ന KV ഉൾപ്പെടെയുള്ളവരുടെ തീവ്രമായ പ്രയത്നം കൊണ്ടായാലും തീർച്ചയായും അതായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. അത് ഈ നാട്ടിന് ഏറ്റവും വലിയ കാര്യം തന്നെയാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനോടൊപ്പം അല്ലെങ്കിൽ അവരോടൊപ്പം തന്നെ നിൽക്കാനും ഒരു പൊതുജന നന്മയെ ലക്ഷ്യമാക്കി പൊതുസേവന തൽപരതയോടെ പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു സ്ഥാപനമെന്ന നിലയിൽ ഇത് നിലനിൽക്കേണ്ടതും ശക്തിപ്പെടേണ്ടതും മുന്നോട്ട് പോകേണ്ടതും ജനങ്ങളുടെ ആവശ്യമാണ് എന്ന് കണ്ടുകൊണ്ട് ഉദ്യോഗസ്ഥ വിഭാഗം ഏതെങ്കിലും തരത്തിൽ ഇത്തരം പ്രവർത്തനങ്ങളെ നിരുത്സാഹപ്പെടുത്താനോ തടസ്സപ്പെടുത്താനോ ഉള്ള വല്ല സമീപനവും സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവരതിൽ നിന്ന് പിന്തിരിയണമെന്നും ഇത്തരം സ്ഥാപനങ്ങളെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ വിധത്തിലുള്ള സഹകരണങ്ങൾ അവരുടെ ഭാഗത്തുണ്ടാകണമെന്നുമുള്ള അഭ്യർത്ഥനയാണ് ഈ സന്ദർഭത്തിൽ നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്. സ്ട്രോങ് റൂമിന്റെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ ഹസീന താജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KV നാരായണൻ അധ്യക്ഷത വഹിച്ചു. KG പ്രഭാകരൻ, M. കുമാരൻ, M. കുഞ്ഞമ്പാടി, മടികൈ കമാരൻ, M. അസൈനാർ, M. കുഞ്ഞികൃഷ്ണൻ, മാത്യൂസ് തെരുപ്പുഴ, KP സുധാകരൻ, M. കുഞ്ഞമ്പു നമ്പ്യാർ, T. കുഞ്ഞികൃഷ്ണൻ, NP അഷ്റഫ്, AC വർഗീസ്, വിനോദ് ആവിക്കര, P. ഗംഗാധരൻ നായർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഹൃദയം തൊട്ടറിഞ്ഞ പാരമ്പര്യം. കണ്ണൻസ് കാഞ്ഞങ്ങാട്. മഞ്ഞു പെയ്യും വസന്തം. മലയാളിക്ക് എന്നും മംഗല്യകാലം. മംഗല്യപ്പട്ടിന് മറുനാട് തേടുന്ന മലബാറുകാരോടായി മാനത്തെ മാലാഖമാർ ചൊല്ലി. കാഞ്ഞങ്ങാട് കണ്ണൻസിലെ പട്ടല്ലേ? മലബാറിലെ മംഗമാരുടെ മംഗല്യപ്പട്ട് വർണ്ണ വസ്ത്രങ്ങളുടെ മായാ പ്രപഞ്ചവുമായി, വിവാഹ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരങ്ങളുമായി വീണ്ടും കണ്ണൻസ് കാഞ്ഞങ്ങാട് നിങ്ങളെ വിസ്മയിപ്പിക്കുന്നു. ഈ കല്യാണകാലം ആഘോഷമാക്കാൻ കണ്ണൻസ് കാഞ്ഞങ്ങാട്, മെയിൻ റോഡ് കാഞ്ഞങ്ങാട്. ഫോൺ നമ്പർ 0467 220 4467. വാർത്തകൾ തുടരുന്നു. കോർപ്പറേഷൻ ബാങ്കിന്റെ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി എൻഡോസൾഫാൻ ബാധിതർക്ക് വീടുകളിൽ സേവനം എത്തിക്കാൻ സഞ്ചരിക്കുന്ന ക്ലിനിക് പ്രവർത്തനം ആരംഭിക്കുമെന്ന് ബാങ്ക് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോർപ്പറേഷൻ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഞങ്ങളുടെ പ്രോഫിറ്റിൻ്റെ എല്ലാ വർഷവും പ്രോഫിറ്റിൻ്റെ 1% ഇതുപോലെ സാമൂഹ്യ ക്ഷേമ പദ്ധതികൾക്കായി മാറ്റിവെക്കുന്നുണ്ട്. അതിൽ നിന്നാണ് ഇപ്പോൾ
ഈ 7.5 ലക്ഷം രൂപ ഹോപ്പിന് ആംബുലൻസ് വാങ്ങിക്കാൻ വേണ്ടി നൽകിയിരിക്കുന്നത്. അതുകൂടാതെ കഴിഞ്ഞ വർഷം പയ്യന്നൂരിനടുത്ത് പ്രവർത്തിക്കുന്ന MRCH എന്ന പ്രോജക്റ്റിനും 50,000 രൂപ കൊടുത്തിട്ടുണ്ട്. ഈ വർഷം ഹോപ്പിന് തന്നെ പ്ലാത്തറയിൽ അവിടെ 125ഓളം അന്തേവാസികളുണ്ട്. അവരുടെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഒരുക്കാൻ വേണ്ടി 50,000 രൂപ കോർപ്പറേഷൻ ബാങ്കിൽ നിന്ന് കൂടുതലായിട്ട് അനുവദിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കോർപ്പറേഷൻ ബാങ്കിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വീടുകളിൽ സേവനം എത്തിക്കാനായി നൽകുന്ന സഞ്ചരിക്കുന്ന ക്ലിനിക് ഉടൻ പ്രവർത്തനം ആരംഭിക്കും. പിലാത്തറ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ആംബുലൻസ് വാങ്ങുന്നതിനായി ബാങ്ക് നൽകുന്ന 7.5 ലക്ഷം രൂപ ജനുവരി 4 മംഗലാപുരത്ത് നടക്കുന്ന ചടങ്ങിൽ ബാങ്ക് ചെയർമാൻ അജയ്കുമാർ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി KS ജയമോഹനന് കൈമാറും. ബ്രാഞ്ച് സീനിയർ മാനേജർ ശ്രീധരൻ, കാഞ്ഞങ്ങാട് ശാഖ പ്രസിഡന്റ് CA പീറ്റർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം സമാപിച്ചു. സമാപനത്തോടനുബന്ധിച്ച് കോട്ടച്ചേരിയിൽ നിന്നും പുതിയ കോട്ടയിലേക്ക് പ്രവർത്തകർ പ്രകടനം നടത്തി. പ്രകടനത്തിന് ജില്ലാ പ്രസിഡന്റ് രാഘവൻ ബങ്കളം, K. രാജപ്പൻ, കൃഷ്ണൻ കൊട്ടോടി തുടങ്ങിയവർ നേതൃത്വം നൽകി. ബ്രാഹ്മണരെ അധിക്ഷേപിച്ചിട്ടില്ലെന്ന് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞു. ബ്രാഹ്മണരിൽ ബ്രാഹ്മണ്യം ഉള്ളവരെ അംഗീകരിക്കുന്നുണ്ടെന്നും സുകുമാരൻ നായർ പറഞ്ഞു. ബ്രാഹ്മണരെ ആക്ഷേപിക്കുന്ന രീതിയിലല്ല. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ്യമുള്ളവൻ ആയിരിക്കണം എല്ലാം എന്ന അർത്ഥമില്ല. ബ്രാഹ്മണ്യമുള്ളവരെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ബ്രാഹ്മണ്യമില്ലാത്തവരും ഇപ്പം ബ്രാഹ്മണ്യമുള്ളവരാണ് എന്ന് പറഞ്ഞ് ചൂഷണം നടക്കുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഭൂരിപക്ഷമായിട്ടുള്ള വിഷയങ്ങളായിരിക്കും അദ്ദേഹം ഊഹിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ സാമുദായിക അസന്തുലിതാവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ്? ഇവിടുത്തെ ന്യൂനപക്ഷ ഭൂരിപക്ഷ പീഡനവും പ്രീണനവുമാണ് ആയിരിക്കണം അദ്ദേഹം ഉദ്ദേശിച്ചത്. അതാണ് അദ്ദേഹം പറഞ്ഞത്. കറക്റ്റായിട്ട് പറഞ്ഞത് വടക്കേ ഇന്ത്യയിലത്തെ സ്ഥിതിയല്ല കേരളത്തിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഞ്ചേശ്വരത്തെ വാഹന പരിശോധനയ്ക്കിടെ 1 കോടിയുടെ പാൻ മസാല പിടികൂടി. UP-യിൽ നിന്നും ആലപ്പുഴയിലേക്ക് കടത്തുകയായിരുന്നു പാൻ മസാല. മഞ്ചേശ്വരത്തും കുമ്പളയിലും നടന്ന പീഡനത്തെക്കുറിച്ച് പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് മഹിളാ അസോസിയേഷനും DYFI-യും CI ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CITU സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചാരണ ബോർഡുകൾ കാഞ്ഞങ്ങാട് CI അഴിച്ചുകൊണ്ടുപോകുന്നുവെന്ന് CITU. ഹോസൂർ CI CITU-യുമായി യുദ്ധപ്രഖ്യാപനം നടത്തുന്നുവെന്നും നേതാക്കൾ. CPM-ന്റെ ഭൂസമരം 3-ാം ദിവസത്തിലേക്ക്. സമരം കിനാനൂർ കരിന്തളം പഞ്ചായത്തിൽ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.